ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് നിയമസഭാ സീറ്റും നിലനിർത്തി യുഡിഎഫ്. ചേലക്കര നിയമസഭാ സീറ്റ് എൽഡിഎഫും നിലനിർത്തി. വയനാട്ടിൽ 4,11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. എൽഡിഎഫിന്റെ സത്യൻ മൊകേരിയെയാണ് പ്രിയങ്ക പരാജയപ്പെടുത്തിയത്. പാലക്കാട്ട് യുഡിഎഫിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,840 വോട്ടിന് ജയിച്ചു. എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെയാണ് രാഹുൽ തോൽപ്പിച്ചത്. ചേലക്കരയിൽ എൽഡിഎഫിന്റെ UR പ്രദീപ് 12,201 വോട്ടിന് യുഡിഎഫിന്റെ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി. പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകുമെന്നും രാഹുലിന്റെ പിൻഗാമിയായി വയനാടിനെ പ്രതിനിധാനം ചെയ്യുമെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. ഒത്തൊരുമയുടെ വിജയമാണിതെന്ന് പാലക്കാട്ടെ യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവാണ് ചേലക്കരയിലെ വിജയമെന്ന് UR പ്രദീപ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ 236 സീറ്റിൽ ലീഡ് നേടി ബിജെപി ഉൾപ്പെട്ട മഹായുതി സഖ്യം അധികാരം നിലനിർത്തി. ഝാർഖണ്ഡിൽ 56 സീറ്റിൽ ലീഡ് കരസ്ഥമാക്കി INDI സഖ്യവും ഭരണമുറപ്പിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയ്ക്ക് ചരിത്ര ജയം സമ്മാനിച്ചതിന് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനവും സദ്ഭരണവുമാണ് മഹാരാഷ്ട്രയിൽ വിജയിച്ചതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. എൽഡിഎഫ് സർക്കാരിന്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢമാക്കുന്നതാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുപ്രചാരണങ്ങളെ മുഖവിലക്കെടുക്കാതെയാണ് ജനങ്ങൾ ചേലക്കര നിയോജക മണ്ഡലത്തിൽ തിളങ്ങുന്ന വിജയം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ പ്രിയങ്ക ഗാന്ധിക്കും വയനാട്ടിലെ ജനങ്ങൾക്കും അഭിനന്ദനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വയനാട്ടിലെ എന്റെ കുടുംബം പ്രിയങ്കയിൽ വിശ്വാസമർപ്പിച്ചതിൽ അഭിമാനം തോന്നുന്നുവെന്ന് രാഹുൽ ഗാന്ധി കുറിച്ചു. മഹാരാഷ്ട്രയിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാന്ദേഡിൽ ബിജെപി സ്ഥാനാർത്ഥി സന്തുക് റാവു ഹംബർഡെ മുന്നിൽ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലെ 9 മണ്ഡലങ്ങളിൽ 6 ബിജെപിയും 2 സമാജ്വാദി പാർട്ടിയും 1 രാഷ്ട്രീയ ലോക്ദളും വിജയിച്ചു. 7 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ 5 ബിജെപിയും 1 കോൺഗ്രസും 1 ഭാരത് ആദിവാസി പാർട്ടിയും വിജയിച്ചു. പശ്ചിമബംഗാളിൽ 6 മണ്ഡലങ്ങളും തൃണമൂൽ കോൺഗ്രസിന്. അസമിലെ 5 മണ്ഡലങ്ങളിൽ 3 ബിജെപി വിജയിച്ചപ്പോൾ അസം ഗണപരിഷത്തും യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലും ഓരോ സീറ്റ് വീതം നേടി. ബീഹാറിലെ 4ൽ ബിജെപി 2ഉം ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയും ജെഡിയുവും ഓരോ സീറ്റ് വീതവും നേടി. പഞ്ചാബിലെ 4 മണ്ഡലങ്ങളിൽ 3 ആം ആദ്മി പാർട്ടിയും 1 കോൺഗ്രസും വിജയിച്ചു. കർണാടകയിലെ 3 മണ്ഡലങ്ങളും കോൺഗ്രസ് നേടി. ഓരോ സീറ്റിൽ വീതം ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും ഛത്തീസ്ഗഡിലും ബിജെപിക്ക് ജയം. മധ്യപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 മണ്ഡലങ്ങളിൽ ബിജെപിയും കോൺഗ്രസും ഓരോ സീറ്റ് വീതം നേടി. മേഘാലയയിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്ക് ജയം. സിക്കിമിലെ 2 നിയമസഭാ സീറ്റിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 116-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. മുനമ്പം വിഷയത്തിൽ താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുനമ്പം സമരസമിതിയുമായി ഓൺലൈനായി നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത്. ഓസ്ട്രേലിയയ്ക്കെതിരെ പെർത്തിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യയ്ക്ക് 218 റൺസിന്റെ ലീഡ്. 2ാം ഇന്നിംഗ്സിൽ വിക്കറ്റ് നഷ്ടമാകാതെ ഇന്ത്യ 172 റൺസ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 104 റൺസിന് പുറത്തായിരുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതോടെയാണ് മഴയ്ക്ക് സാധ്യത ഉണ്ടായത്. അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ശ്രീകാകുളം റോഡിനും കൊല്ലത്തിനുമിടയിൽ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം കൊല്ലം സ്പെഷ്യൽ സർവീസ് നീട്ടിയതായും റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയത്തിൽ നാളെ വൈകുന്നേരം നടക്കുന്ന തിരുനാൾ പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലിക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ കാർമ്മികത്വം വഹിക്കും. ഇന്ന് രാത്രി 10 വരെയും നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 വരെയും പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ 3ാം ദിനമായ ഇന്നും ഗോവയിലെ തിയേറ്ററുകളിൽ സിനിമാ ആസ്വാദകരുടെ കനത്ത തിരക്ക്. വിവിധ വിഭാഗങ്ങളിലായി 70ഓളം ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്കുള്ള
സൌജന്യ ലാപ്ടോപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ വൈകിട്ടാണ് പരിപാടി. ശബരിമലയിൽ ഭക്തജന തിരക്കേറുന്നു. ശനിയാഴ്ചയായതിനാൽ പുലർച്ചെ സന്നിധാനത്ത് കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. നെയ്യഭിഷേകത്തിനും നീണ്ട നിരയായിരുന്നു. നാളെയും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് അധികൃതർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.